അതി അതി സംസാരിക്കണം. എനിക്കെന്റെ ആദ്യയോട് സംസാരിക്കണം. അതി ഹലോ, ഫോൺ കട്ടാക്കിയല്ലേ? എന്റെ സങ്കടം പറയാൻ എനിക്കാരുമില്ല. വേണ്ട, എടുക്കത്തില്ല, ആരും എടുക്കത്തില്ല. പക്ഷെ അവളോട് സംസാരിക്കാതെ ഞാനിന്ന് പോവില്ല. അവനിങ്ങനെ സ്വയം നശിക്കാൻ തീരുമാനിച്ച എന്ത് ചെയ്യും രാജേട്ടാ? നമ്മുടെ മോളുടെ സ്ഥാനത്താണെങ്കിലും ആ വീട്ടിൽ വന്നു കയറിയ ഒരു പെണ്ണില്ലേ? പഴയ ഭാര്യയെ ഓർത്ത് മദ്യപിച്ച് ബോധമില്ലാതെ ഭർത്താവ് നടക്കുന്നത് അവക്ക് സഹിക്കാൻ പറ്റുമോ? എടീ, ദൂരെ നിൽക്കുമ്പോ നമുക്ക് എന്തും പറയാം, ആരെയും ആശ്വസിപ്പിക്കാം, വേണമെങ്കിൽ ഉപദേശിക്കാനും പറ്റും. പക്ഷേ നഷ്ടപ്പെട്ടവന്റെ നെഞ്ചിലെ വേദന ഉണ്ടല്ലോ, അതവന് മാത്രമേ അറിയൂ. ജയൻ ആ അവസ്ഥയിലായിപ്പോ. ആരും ആർക്കും പകരമാവില്ലെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ചങ്കുപൊട്ടല അവനീ ചെയ്യുന്നതല്ല. ഇത് തുടങ്ങിയിട്ടേ ഉള്ളടി. ഈ കോലത്തിൽ അവൻ എങ്ങനെ ശങ്കരാലയത്തിൽ ചെല്ലും? നിനക്ക് തെറ്റിപ്പോയി. ഒരാണിന്റെ മനസ്സ് നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അവൻ ഈ രാത്രി പോകുന്നത് ശങ്കരാലയത്തിലേക്കാവില്ല. പിന്നെ അവളെ കാണാതെ അവനിന്ന് പോകാൻ പറ്റില്ല. അവൻ വരും, ഈ മുറ്റത്ത് വരും, ഏതു നിമിഷവും. കണ്ടില്ലേ, നീ അകത്തേക്ക് ചെല്ല്, ഞാൻ അവളോട് സംസാരിച്ചോളാം. ഈ അവസ്ഥയിൽ അവളെ പുറത്തേക്ക് വിടണ്ട. ചെല്ല്. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? മോനെ. മോൻ, ഞാൻ ആ വിളിക്കിപ്പം എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? മോനോട് ഞങ്ങൾക്കുള്ള സ്നേഹവും ആത്മാർത്ഥതയും പണ്ടും ഇപ്പോഴും ഒരുപോലെ തന്നെയാ. അതിലൊരു മാറ്റവും ഇല്ല. അച്ഛാ, ഒരുപാട് തവണ അച്ഛനും അമ്മയും എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അത് കേട്ട് ഞാൻ സന്തോഷിച്ചിരുന്നു, അഭിമാനിച്ചിരുന്നു. എന്താണെന്നറിയോ മോനെ ജയ, നീ ഈ വീടിന്റെ ഭാഗ്യമാണ്. ശരിയല്ലേ? ഈ വീടും ഇവിടെയുള്ളവരും എന്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാ ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഇനി പറയാ, ഇപ്പൊ ഞാൻ ഈ വീടിന്റെ ഭാഗ്യമാണോ അതോ ശാപമാണോ? പണ്ട് ഒരുപാട് തവണ ഭാഗ്യമെന്ന് പറഞ്ഞതിൽ ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്റെ ആദ്യയോട് എനിക്കൊന്ന് സംസാരിക്കണം, കാണണം. എനിക്ക് എന്നെ തടയരുത്. മോനെ, ഇതെന്ത് കോലവാടാ. ഇന്നിനി മോൻ അവളെ കാണണ്ട.
ലേഖയും മക്കളും അവിടെ മോൻ ചെല്ലുന്നതും കാത്തിരിക്കുക. അത് മോൻ മറക്കരുത്. എന്നെ പറഞ്ഞു വിടാന്ന് അച്ഛൻ വിചാരിക്കണ്ട. എനിക്ക് അവളെ കാണണം. അവളോട് സംസാരിച്ചിട്ട് ഞാൻ പോവും. അല്ല മോനെ. അതി ഇറങ്ങി വരാനാ പറഞ്ഞത്. നിന്നോട് ഇറങ്ങി വരാനാ ഞാൻ പറഞ്ഞത്. ഞാൻ വിളിച്ച അവൾ വരും. അതി ഞാനാ വിളിക്കുന്നത്, നിന്റെ ജേടൻ. ഇറങ്ങി വാ, എനിക്ക് സംസാരിക്കണം നിന്നോട്. അതി എവിടെ പോവാ? ഇടി, അവന് തുരുമ്പ് വെളിവില്ല. ഇപ്പൊ നീ അങ്ങോട്ട് ചെന്ന അവൻ എന്താ പറയുക ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മേ, എന്നാലും ജയേട്ടൻ ഇങ്ങനെ വന്ന് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചെല്ലാതിരിക്കും. എന്നാ പിന്നെ അവൻ നേരത്തെ വിളിച്ചപ്പോ നിനക്ക് ഫോണിൽ സംസാരിച്ചാ പോരായിരുന്നോ? ഈ അവസ്ഥയിൽ അവനെ ഈ മുറ്റത്ത് വരെ വരുത്തണമായിരുന്നു. എനിക്കിത് സഹിക്കാൻ വയ്യമ്മ. ഞാൻ ചെന്ന് സംസാരിച്ച ജേട്ടൻ പൊയ്ക്കോളും. ഇങ്ങനെ ജേട്ടനെ നിർത്തി അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ മാർഗെ നിക്ക്. നീ ആരെ കാണാനാ പോകുന്നത്? അവനിപ്പോ നിന്റെ ആരാന്ന്? വേറൊരു പെണ്ണിന്റെ ഭർത്താവിനോട് ഈ രാത്രിയിൽ നിനക്ക് സംസാരിക്കേണ്ട കാര്യം എന്താ? അമ്മ, ഈ മുറിക്ക് പുറത്തിറങ്ങി പോരുത്. നിന്റെ തീരുമാനത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു. പറയേണ്ടത് സമയത്ത് പറയാതെ നീ അവനെ നഷ്ടപ്പെടുത്തി. ഇനി തീരുമാനം ഞങ്ങളുടേതാ. നീ അനുസരിക്കും. ഈ വീടിനും നിനക്കും അവനിപ്പോ ഒരു അന്യപുരുഷനാണ്. അമ്മേ, എന്റെ മക്കളുടെ അച്ഛനാ ജയേട്ടൻ. അതൊക്കെ അവിടെ ശങ്കരാലയത്തിൽ. നിന്റെ മക്കൾ അവിടെ അല്ലേ? അവരെ കാണാനും സംസാരിക്കാനും നിനക്ക് അവകാശമുണ്ട്. പക്ഷെ ഇപ്പൊ നീ ജയനെ കാണണ്ട. ഇത് ഞങ്ങളുടെ തീരുമാന. മര്യാദക്ക് ഇതിനകത്ത് ആദ്യം നീ ഇറങ്ങി വാ. നിന്നോട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഞാനാ വിളിക്കുന്നത്. എനിക്ക് അവളെ കാണണം. മോൻ എന്തു പറഞ്ഞാലും ഈ രാത്രി ഇത് സമ്മതിച്ചു തരാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്. അവള് മോന്റെ ഭാര്യയായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങൾ അന്യരാ. പരസ്പരം കാണുന്നതിനും സംസാരിക്കുന്നതിനും പരിമിതികളുണ്ട്. ആ സമയത്ത് ഇനി അവളെ കാണാൻ അനുവദിക്കുന്നതിന് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്നെ തീർത്ത് ഉപേക്ഷിക്കുക അല്ലേ? അല്ല മോനെ, യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. പഴയതൊക്കെ ഇനി മോൻ മറന്നേ പറ്റൂ. അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്നും നല്ല ഓർമ്മകളേ ഉള്ളൂ. പകൽ വെളിച്ചത്തിൽ എപ്പോ വേണമെങ്കിലും മോനിവിടെ വരാം. അവളെ കാണാം, സംസാരിക്കാം. പക്ഷെ ഒപ്പം ലേഖയും കൂടെ വേണമെന്ന് മാത്രം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി പോവും. ഓ, അങ്ങനെയാണോ? മോനിങ്ങനെ മദ്യത്തിൽ ജീവിതം താർക്കരുത്. 2 മക്കളുണ്ട്. അവർക്ക് ജീവിതമുണ്ട്. അവരെ പഠിപ്പിക്കണം, വളർത്തണം. പിന്നെ ലേഖയോട് നീതി പുലർത്തണം. അതൊക്കെ ഓർത്താ മോൻ അരുന്ധതിയെ മറക്കാൻ കഴിയും. ഞാൻ ഈ വീട്ടിൽ തീർത്തും അന്യനായി അല്ലേ? അവളെ ഒന്ന് കാണാൻ പോലും എനിക്ക് അവകാശമില്ലാതായി അല്ലേ അച്ഛാ? പോവാ, ഞാൻ പൊക്കോളാം. ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെന്നെ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. ഇല്ല, എല്ലാവർക്കും അവരവരെ മാത്രമേ മനസ്സിലാവുള്ളൂ. പഴയ മരുമകൻ. എന്റെ സ്ഥാനം എവിടെ അതാന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. തെറ്റിപ്പോയി. ഇനി വരാതിരിക്കാൻ നോക്കാം. അവളെ ഓർക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാൻ ശ്രമിക്കുന്നതോറും അവളുടെ മുഖം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞ് വരുക. മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. എന്റെ ആദിയുടെ മുഖം മായ്ച്ചു കളയാൻ പറ്റുന്നില്ല എനിക്ക്. പോവാ
എന്നാലും അവളൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛ. എന്റെ ജീവിതം പോയില്ലേ, ഞാനിനി എന്ത് ചെയ്യും? നിങ്ങൾ പറ. നിങ്ങൾക്കും പറ്റുന്നില്ലല്ലേ? എന്റെ മക്കള് പറഞ്ഞതുപോലും കേൾക്കാതെയാ ഞാൻ വേറൊരു കല്യാണം കഴിച്ചത്. അവളോടുള്ള വാശി കാരണം. ഇപ്പൊ അവള് നിരപരാധി എന്ന് പറഞ്ഞപ്പോ എന്റെ നെഞ്ചു കത്തുവാ. മറക്കണമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റണ്ടേ. ചിന്തിക്കരുത്, ഓർക്കരുത് എന്നൊക്കെ വിചാരിച്ചാലും പറ്റത്തില്ല. മനസ്സെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അവിടെ ഒരു ചിത്രം പതിഞ്ഞു പോയാ പിന്നെ മറക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. അപ്പോഴേ പറ്റൂ. പോവാ, ഈ പഴയ വരുമ്പോ പോവാ. പോടെ. ഇത് ജപിച്ചു തന്നിട്ട് മാമ്പറ്റ തിരുമേനി എന്താടി പറഞ്ഞത്? 4 തകിടുകളും ഈ വീടിന്റെ 4 മൂലയ്ക്കും കുഴിച്ചിടണമെന്ന്. അത് ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ വേണം. ഓ, ഇതുകൊണ്ടെങ്ങാനും വല്ല ഗുണം ഉണ്ടാവോ? ജയണ്ണെങ്ങാനും അറിഞ്ഞാ ആകെ നാണക്കേടാവും. ഒന്ന് മിണ്ടാതിരിക്കടി പെണ്ണെ. ഇത് കുട്ടിക്കളിയല്ല. മാമ്പറ്റ തിരുമേനി എന്ന് വെച്ചാൽ ആരാന്നാ നിന്റെ വിചാരം? എടി, തിരുമേനി മന്ത്രം ജപിച്ച ഒരു തകിടി സ്ഥാപിക്കാൻ തന്നാൽ അത് അച്ചിട്ട അണുവിട തെറ്റത്തില്ല. നിന്നെ നിന്റെ കെട്ടിയവനെ ഒന്നിപ്പിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. മോളെ, ഈ വീട്ടിൽ ചില ദോഷങ്ങളുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം തെറ്റാൻ വരെ കാരണം ആ ദോഷങ്ങളാ. ആ കൂട്ടത്തിൽ പ്രഭാവതി അമ്മയുടെ മരണവും ഉൾപ്പെടുന്നുണ്ടെന്നാ തിരുമേനി പറഞ്ഞത്. ഇതൊരു താൽക്കാലികമായ തടസ്സം ഒഴിപ്പിക്കൽ മാത്രമാണ്. ദോഷങ്ങൾ പൂർണ്ണമായി മാറണമെങ്കിൽ ഈ വീട്ടിനുള്ളിൽ കർമ്മങ്ങൾ ചെയ്യണം. അത് ജയനെ കൊണ്ട് നീ സമ്മതിപ്പിക്കണം. ഞാനിതെങ്ങനെ ജയേട്ടനോട് പറയും? പറയണം, പറഞ്ഞേ പറ്റൂ. ആദ്യം ഇതൊന്ന് സ്ഥാപിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടട്ടെ. അങ്ങനെ ശാന്തമാകുന്ന സമയത്ത് നീ തന്നെ ജയനോട് ഇത് പറഞ്ഞാ മതി. ഈ തകിട് കുഴിച്ചിടുന്നത് ടീച്ച പോലും അറിയാൻ പാടില്ല. അറിയില്ല. അബദ്ധത്തിലെങ്ങാനും ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, അതോടെ എല്ലാ പദ്ധതിയും പൊളി. എടി, ആ പിള്ളേരെങ്ങനെയാ? നേരത്തെ എങ്ങാനും കിടന്ന് ഉറങ്ങുവോ? ഇല്ലെങ്കിൽ ഉറക്കണം. മനസ്സിലായോ? ജയനും നീയും കൂടി ഒന്നിക്കാനും തൽക്കാലത്തെ ദോഷങ്ങൾ മാറാനും മാത്രമുള്ളതാ ഇത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അല്ലടി മോളെ, നിന്റെ കെട്ടിയോണിത് എവിടെ പോയി കിടക്കുക? ആ സാധനത്തിന് ഇനി എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? ജേട്ടൻ ഉടനെ വരും. എന്നാ പിന്നെ നീ എന്നാ കൊച്ചുങ്ങൾക്ക് വല്ലതും തിന്നാൻ കൊടുത്തേച്ച് കിടത്തി ഉറക്കാൻ നോക്കാം. പിന്നെ ആ ജോലിക്കാരുടെ മേലെ ഒരു കണ്ണ് വേണം. പന്ന കിളവി. ആള് മഹാസൂത്രക്കാരിയാ, കണ്ടാ അറിയാം. ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം.
എന്റെ ഭഗവതി, എല്ലാം നേരെയാക്കി തരണേ. കൂടൂത്രോ? അതെന്താ സുഗന്ധിയമ്മേ? എന്റെ കുഞ്ഞെ, കുഞ്ഞിനോട് അത് വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും സുഗന്ധി അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, നമ്മൾ മനുഷ്യന്മാര് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ സാധിക്കാനാ ഈ കൂടോത്രം ഉപയോഗിക്കുന്നത്. ആരാ സുഗന്ധിയമ്മ ഇതൊക്കെ ചെയ്യുന്നേ? അത് സുഗന്ധിയമ്മേ, ഇവിടെ ഇപ്പൊ അവരെന്തിനാ ചെയ്യുന്നേ? മോളുടെ അച്ഛനെ വക്കീലമ്മ ഒന്നിപ്പിക്കാനുള്ള പദ്ധതിയാ മോളെ ഇത്. എന്ന് പറഞ്ഞ? ഓ, എന്ന് പറഞ്ഞ അത് തന്നെ. അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. അത് സാധിച്ചെടുക്കാനാണ് ഈ കൂടോത്രം. മോളെ, ആ കിളവിയുണ്ടല്ലോ ജമന്തി കുഞ്ഞമ്മ, അവരെ സൂക്ഷിക്കണം. മോളുടെ അച്ഛനെ വക്കീലമ്മ ഒന്നിപ്പിക്കാനുള്ള പദ്ധതിയാ മോളെ ഇത്. എന്ന് പറഞ്ഞ? ഓ, എന്ന് പറഞ്ഞ അത് തന്നെ. അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. അത് സാധിച്ചെടുക്കാനാണ് ഈ കൂടോത്രം. മോളെ, ആ കിളവിയുണ്ടല്ലോ ജമന്തി കുഞ്ഞമ്മ, അവരെ സൂക്ഷിക്കണം. അവരുടെ കയ്യിലെ ഇതിന്റെ ചരടെല്ലാം. മോളെ, ഇന്ന് രാത്രി വീടിന്റെ 4 മൂലയ്ക്കും തകിട് കുഴിച്ചിടണമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ മോളെ. അത് കുഴിച്ചിട്ടാ നമുക്കെന്താ? എന്താന്നോ? ഓ, മോനോട് എങ്ങനാ ഞാനത് പറയുന്നേ? മോൻ കുഞ്ഞാ, മനസ്സിലാവത്തില്ല. പക്ഷെ മോക്ക് മനസ്സിലാവും. മോളെ, മോടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണമെന്നല്ലേ മോൾ ആഗ്രഹിക്കുന്നത്? പക്ഷെ ഈ തകിട് കുഴിച്ചിട്ടാ പിന്നെ അത് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കിത് തടയണം. എങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. ആ ജമന്തി അമ്മമ്മയെ കണ്ട ദാഗിനി അമ്മമ്മയുടെ കൂട്ടായിരിക്കുന്നേ. സ്വഭാവം അത് തന്നെ ആയിരിക്കും. മോനെ, അവര് വിളിച്ച അടുത്തെങ്ങും പോയേക്കല്ലേ, ചിലപ്പോ അവര് മയക്കിക്കളെ. മോളെ മാളു, ഈ 2 തള്ളമാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നല്ലതിനല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പൊ ദേ കൂടോത്രം കുഴിച്ചിടുന്നിടം വരെയായി. ഓ, ഇനി എന്തൊക്കെയുണ്ടോന്ന് ആർക്കറിയാം. സുഗന്ധിയമ്മേ, അമ്മയൊന്ന് വിളിച്ചു തരൂ. ഹലോ. ഹലോ അമ്മേ. മോളെ മാളു, മോളെ കുറിച്ച് അമ്മ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ചുമ്മാ അമ്മ പുളു അടിക്കുക. അല്ല മോളെ, സത്യമായിട്ടും. മോൾ എന്തിനാ വിളിച്ചേ? അപ്പൂസ് എവിടെ? അവന്റെ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വിളിച്ചത് അമ്മയോട് വേറെ ഒരു കാര്യം പറയാനാ. എന്താ മോളെ? അമ്മയോട് പറയൂ. സൂക്ഷിക്കണേ മോളെ, ലേഖയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞാൽ മതി. എന്നാ മോള് വെച്ചോ. ഓ, അത് ശരി. ഇനി ആ കുഞ്ഞുങ്ങളെ വിളിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ നിന്റെ ഉദ്ദേശം? ഒരിക്കലും അല്ല അച്ഛാ. പക്ഷേ ചില കാര്യങ്ങൾ മാള് പറഞ്ഞതിനുള്ള മറുപടി എനിക്ക് പറയേണ്ടി വന്നു. അത് തന്നെ കുഴപ്പം. അവിടുത്തെ കാര്യത്തിൽ നീ എന്താ അഭിപ്രായം പറയാനാ? അതിൽ നിനക്കെന്താ അവകാശം? മോളെ, ജയന്റെ ലേഖയുടെയും ജീവിതത്തിൽ നീ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇല്ലമ്മേ, എനിക്കൊരവകാശവും വേണ്ട. പക്ഷെ എൻ്റെ മക്കൾ, അവരോട് സംസാരിക്കാൻ പോലും എനിക്ക് അവകാശമില്ലെന്നാണോ പറയുന്നത്? അവകാശമില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ആ കുടുംബത്തിൽ അതൊരു കലഹത്തിന് കാരണമാകരുത്. ഇന്നത്തെ പോലൊരു സംഭവം ഇനി ആവർത്തിക്കരുത്. അവിടെ ഒരു പെൺകുട്ടി വന്നു കയറിയത് ഓർമ്മയുണ്ടല്ലോ. ജയനി ഇനി ഇവിടെ വരുന്നത് നീ അവളെ ചതിക്കുന്നതിന് തുല്യ. അതൊഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവര് തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് എന്തും ഞാൻ ചെയ്യും. പറയമ്മേ, ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു വിവാഹം കഴിക്കണം. ഇത് ഇവളുടെ മാത്രം തീരുമാനമല്ല, ഞാനും കൂടി ചേർന്ന് തീരുമാനിച്ച. മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിച്ചേ പറ്റൂ. ജയന്റെ ജീവിതം സന്തോഷവും സമാധാനമായി കാണാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഇതിന് സമ്മതിക്കണം.